പ്രമുഖ ടെക് വ്യവസായിയും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്കിനെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സഹായി പീറ്റർ നവാരോ. മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സ് പ്ലാറ്റ്ഫോം അഴുക്കുചാലാണെന്നും ഇത് അങ്ങേയറ്റം ഇരുണ്ട ശക്തികളുടെ ഉൽപാദന കേന്ദ്രമായി മാറിയെന്നും നവാരോ വിശേഷിപ്പിച്ചു. ലോസ് ആഞ്ചലസിലെ ഒരു അധ്യാപകൻ കൊലപാതകങ്ങൾക്ക് പരസ്യമായി ആഹ്വാനം ചെയ്തതിനു പിന്നാലെ എക്സിൽ പ്രചരിക്കുന്ന അക്രമാസക്തമായ സംഭാഷണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് നവാരോ മസ്കിനോട് ആവശ്യപ്പെട്ടു. ചാർലി കിർക്കിന്റെ വെടിയേറ്റുള്ള മരണത്തെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണിത്. അക്രമത്തെ ആഘോഷിക്കുന്ന ഓൺലൈൻ പ്രതികരണങ്ങളെ ഇലോൺ മസ്ക് അപലപിക്കുകയും അതിനെ പ്രശംസിക്കുന്നവരെ ദുഷ്ടരെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. വ്യക്തികൾക്കെതിരായ ഭീഷണികൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അവ വർദ്ധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കിർക്കിന്റെ മരണത്തിന് ആഹ്വാനം ചെയ്ത ഒരു പോസ്റ്റിന് ഒന്നുകിൽ നമ്മൾ അതിന് തിരിച്ചടിക്കും, അല്ലെങ്കിൽ നമ്മൾ അവർ കൊല്ലും എന്ന് മസ്ക് പ്രതികരിച്ചിരുന്നു. മസ്ക് ആദ്യം സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്നാണ് പീറ്റർ നവാരോ ഇതിന് മറുപടിയായി പറഞ്ഞത്. എന്റെ സുഹൃത്ത് ഇലോൺ മസ്ക് എക്സ് എന്നറിയപ്പെടുന്ന ഓട വൃത്തിയാക്കി തിരിച്ചടിക്കാൻ തുടങ്ങിയല്ലോ. ഇനി അജ്ഞാത പോസ്റ്റുകൾ വേണ്ട. വിദേശികൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിറഞ്ഞ് നമ്മുടെ രാഷ്ട്രീയ സംവാദങ്ങളെ മലിനമാക്കുന്നത് നിർത്തണം. ഇലോൺ എക്സിനെ സുഖപ്പെടുത്തൂ എന്നാണ് പീറ്ററിന്റെ പോസ്റ്റ്. എക്സിന്റെ ഫാക്ട് ചെക്ക് സംവിധാനത്തെ ചൊല്ലി പീറ്റർ അടുത്തിടെ മസ്കിനെതിരായി വിമർശനം ശക്തമാക്കിയിരുന്നു. റഷ്യൻ എണ്ണ ഇറക്കുമതിയിലൂടെ ഇന്ത്യ ലാഭം കൊയ്യുന്നുവെന്ന് ആരോപിച്ച പീറ്റർ പോസ്റ്റ് ഇട്ടപ്പോൾ എക്സ് അദ്ദേഹത്തെ തിരുത്തിയിരുന്നു. ഇന്ത്യയുടെ ഇറക്കുമതി ഊർജ്ജ സുരക്ഷയ്ക്കാണെന്നും ഇത് അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നില്ലെന്നും പ്ലാറ്റ്ഫോം വ്യക്തമാക്കി. എന്നാൽ ഇക്കാര്യം അസംബന്ധമാണെന്ന് പീറ്റർ പറഞ്ഞിരുന്നു. കൂടാതെ എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യാജ പ്രചരണം അനുവദിക്കുന്നുവെന്ന് മസ്കിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഈ വർഷം ആദ്യം താരിഫുകളെക്കുറിച്ചുള്ള മസ്കിന്റെ നിലപാടിനെ പീറ്റർ വിമർശിച്ചിരുന്നു. മസ്ക് തന്റെ ബിസിനസ് താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും പീറ്റർ സൂചിപ്പിച്ചു. പീറ്ററിനെ വിഡ്ഢിയെന്നും മണ്ടനെന്നും വിളിച്ചാണ് മസ്ക് ഇതിനോട് പ്രതികരിച്ചത്.